പാലക്കാട് ആസിഡ് ബോംബ് ആക്രമണം. വ്യവസായി ഐസക് വർഗീസിന്റെ ഉമ്മനഴിയിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് ഐസക് വർഗീസ് പറഞ്ഞു. AP കേശവദേവ് എന്ന് പറയുന്ന ദേവ ബിൽഡേഴ്സിൻ്റെ ഓണർ, അദ്ദേഹം എറണാകുളത്ത് നിന്ന് കുറച്ച് ഗുണ്ടകളും കൂടിയിട്ടാണ് 2 വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത്. ഒരു പൂർവ്വ വൈരാഗ്യവും കേശവദേവായിട്ടില്ല. മാളിൻ്റെ വർക്ക് കൊടുത്തിരുന്നു. ആ വർക്ക് കൃത്യമായിട്ട് കൊണ്ടു നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ലാതെ അതിന് പേരിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയത്. അപ്പോൾ ഇത് അവൻ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവനടക്കം ഇവിടെ വന്നിട്ടാണ് രാത്രി ഇത് ചെയ്തത്. എന്നെ വധിക്കുക എന്നുള്ള ഒറ്റ ശ്രമം, കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗുണ്ടകളെ ഇറക്കിയത് ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണതിന് പിന്നിൽ നിന്നൊക്കെ കൃത്യമായി വ്യവസായിക്ക് ധാരണയുണ്ടല്ലേ? പോലീസിൽ പരാതിപ്പെട്ടില്ലേ? പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ വ്യവസായി ഐസക് വർഗീസ് ആ കാറുകളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് ഫോർച്യൂൺ മാളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു. അത് നിർമ്മാണ ചുമതലയിൽ നിന്ന് മാറ്റിയ കരാറുകാരന്റെ പേരാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും ഗുണ്ടകളും ചേർന്ന് കഴിഞ്ഞ 13-ന് എന്നാണ് പറയുന്നത്. അദ്ദേഹം പരിശോധിച്ച സമയത്താണ് പിന്നീട് ഇത്തരത്തിൽ വീടിന് നേരെ ആസിഡ് ബോംബ് ആക്രമണമാണെന്ന് തിരിച്ചറിയുന്നത്. ഈ ആസിഡിന്റെ അംശം കൊണ്ട് ചെടികളെല്ലാം കരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വീടിന് എന്തായാലും കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ വീടിന്റെ ചില ഷീറ്റുകൾക്കും മറ്റൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട്ടാണ് ആസിഡ് ബോംബ് ആക്രമണം വ്യവസായി ഐസക് വർഗീസിന്റെ ഉമ്മനഴിയിലെ വസതിക്ക് നേരെ ഉണ്ടായത്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് എന്നൊക്കെ അദ്ദേഹം 24-നോട് പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി.